ഹലോ ഫ്രണ്ട്സ്, സജികനോമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അഭിചാരികതമായി ഞാനൊരു ഹോട്ടലിൽ വന്നെത്തി. അതിൻ്റെ കാരണം അറിയാം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൂടെ എന്നെ കറക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന ഡെൻമാർക്കിലെ ഒരു അച്ഛനായിരുന്നു, നമ്മുടെ എൽദോസ് വട്ടപ്പറമ്പിൽ അച്ഛൻ്റെ കൂടെ ആയിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കറക്കം. അപ്പോൾ അദ്ദേഹം വന്നു, അദ്ദേഹം പോയി, അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തു. പിന്നെ ഞാനിവിടെ സ്റ്റേ ചെയ്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ കാണുന്ന ഒരു ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇവിടെ പണ്ടത്തെ രാജാവിൻ്റെ സമ്മർ ഹൗസ് ഈ കാണുന്ന ബിൽഡിങ്ങിന് തൊട്ടടുത്താണ്. അപ്പോൾ രാജ്ഞിയുടെ സമ്മർ ഹൗസിലൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ അതിഥികൾക്ക് വേണ്ടി കൊടുത്തിരുന്ന സ്ഥലമായിരുന്നു 1723 പണിത ബിൽഡിങ്. അവിടെയാണ് കേട്ടോ ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നീട് കത്തി നശിച്ചു. പിന്നെ വീണ്ടും അതിൻ്റെ അപ്പുറത്തായിട്ട് വേറൊരു ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി. 1723 ഒരു ബിൽഡിങ്ങിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. വളരെ 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 പറയാനായിട്ട് ഭയങ്കര ഒരു നല്ല രസമുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. ഞാൻ താഴോട്ട് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിന്ന് നേരത്തെ എണീറ്റു. ഈ കാണുന്നതാണ് ഇവിടെയുള്ള താഴത്തെ ഉള്ള ഒരു ഏരിയ സെക്ഷൻസ്. ഞാൻ പുറത്തോട്ട് ഇറങ്ങട്ടെ. പുറത്ത് നല്ല ഇന്ന് തണുപ്പാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബിൽഡിങ്. 1723 ബിൽഡിങ് ഉണ്ടാക്കിയ അന്നത്തെ കുറച്ച് അതുപോലത്തുള്ള അന്നത്തെ സമയത്ത് ഇതാണെന്ന് തോന്നുന്നു, ലാമ്പാണെന്ന് തോന്നുന്നു. നമ്മുടെ കൊട്ടാരം വരുന്നത് ഈ കാണുന്നതാണ്. അവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ കൊട്ടാരം വരുന്നത്. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ കൊട്ടാരത്തിലോട്ട് പോകാനായിട്ട് വരുന്ന റോഡെന്ന് പറയുമ്പോൾ ഇത് സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ, അങ്ങ് അറ്റം വരെ. ഈ കാണുന്നൊരു റോഡ് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു റോഡാണ് പണ്ട് രാജാവിന് വരാനായിട്ട്. പിന്നെ ഇതൊക്കെ കത്തി നശിച്ചതിന് ശേഷം ഇടയ്ക്ക് എന്തോ ഒരു കത്തലുണ്ടായി, അതിനുശേഷം വീണ്ടും നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് രാവിലെ. ഹോട്ടൽ സ്റ്റോർക്രോ എന്നാണ് കേട്ടോ ഈ കാണുന്ന ഒരു ഹോട്ടലിൻ്റെ പേര്. പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു 10,000 രൂപയ്ക്കാവും ഒരു നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട്. ഈ കാണുന്നതാണ് ഇവരുടെ റിസപ്ഷൻ ഏരിയ. ഈ കാണുന്നതായിരിക്കണം ഇവരുടെ ലാസ്റ്റത്തെ രാജ്ഞി കേട്ടോ, ലാസ്റ്റത്തെ രാജ്ഞി ആയിരിക്കണം. രാജ്ഞിയുടെ അടുത്തുള്ള സമ്മർ ഹൗസാണ് നിങ്ങൾ അവിടെ കണ്ടത്. പിന്നെ ഞാനിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോട്ടെ. ഇവിടെ എലിവേറ്റർ ഉണ്ട്, നമുക്ക് റൂഫ് ടോപ്പിൽ പോവാം. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയുണ്ടെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. മുട്ട, പിന്നെ കുറച്ച് ബ്രെഡ് ഇവരുടെ ദേശീയ ഭക്ഷണമാണല്ലോ, ബ്രെഡ്, ബട്ടർ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് മീറ്റ് കാര്യങ്ങൾ, സലാഡ്സ്, ഇതൊക്കെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെയിലോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഈ ഭാഗത്ത് വന്നിരുന്ന് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടെ അത്യാവശ്യം സണ്ണി ആയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട്. ഈ കാണുന്ന ഇതാണ് നമ്മുടെ കൊട്ടാരം, കണ്ടില്ലേ? ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. അന്നത്തെ കാലത്ത് ഈ കാണുന്ന ഇപ്പോഴത്തെ ഹോട്ടലെന്ന് പറയുമ്പോൾ രാജാവിൻ്റെ രാജ്ഞിയുടെയൊക്കെ അതിഥിയായിട്ട് വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ഇതായിരുന്നു. അപ്പം ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഫ്രെഡൻസ്ബോർഗ് കാസിലാണ്. നമ്മുടെ ഈ കാണുന്ന കാസിൽ അവരുടെ സമ്മർ ഹൗസ് കൊട്ടാരമാണ് കേട്ടോ. ഇവിടെ എനിക്ക് ഈ കാണുന്നത് ഇവരുടെ ഫാമിലി ട്രീ വല്ലതും ആയിരിക്കണം, ഇവരുടെ രാജകുടുംബത്തിൻ്റെ അതുവല്ലോ ആയിരിക്കണം. ഞാനങ്ങനെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എനിക്കാണ് കുറച്ച് മുട്ട, ബ്രെഡ്, കുറച്ച് പിന്നെ എനിക്ക് വേണ്ടി ഒരു ബീഫിൻ്റെ സെപ്പറേറ്റ് കൊണ്ടുവന്ന് തന്നു. നല്ല കൂടുതലും വയസ്സായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ നല്ലൊരു രസമുണ്ട്, ഒരു പഴയ ഒരു അന്നത്തെ അതിൻ്റെ ഒരു പ്രൗഢി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സാധാരണ നമ്മൾ യൂറോപ്പിലൊക്കെ പല ബിൽഡിങ്ങുകളിലും ഇതുപോലെ പ്രൗഢി കണ്ട് നമുക്കിത് വലിയ ഒരു സംഭവമായിട്ട് പെട്ടെന്ന് തോന്നില്ല. ഒക്കെ കഴിച്ച് റൂമിൽ വന്നു. ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ ഞാനൊന്ന് കൊട്ടാരമൊക്കെ നിങ്ങൾക്ക് പോയി കാണിച്ചു തരാം. കൊട്ടാരം ഇന്നലെ കുറച്ച് കാണിച്ചു, ഇന്ന് എന്നാലും ഒന്ന് കൊട്ടാരമൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോകാം. ഇവിടെ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് കൊട്ടാരത്തിലൊരു പരേഡൊക്കെ ഉണ്ട്. നമ്മുടെ ഫ്രെഡൻസ്ബർഗ് നമ്മുടെ ഹോട്ടലിൽ നിന്ന്, ഈ ഹോട്ടലിൻ്റെ പേര് ഫ്രെഡൻസ്ബർഗ് എന്തോ ആണ് കേട്ടോ. ഓക്കെ, ഈ കാണുന്ന ഇതിലാണ് ഞാൻ നിന്നത്, കണ്ടില്ലേ? ഇത് ഇത്രയും അവരുടെ ഹോട്ടലാണ് സ്റ്റോർക്രോ. ഞാനങ്ങനെ ഹോട്ടലിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സൈക്കിളൊക്കെ റെൻ്റ് എടുക്കാം. സൈക്കിൾ വേണമെങ്കിൽ അവർ റെൻറ്റിന് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരും. ഞാനിവിടെ നിന്ന് തൊട്ടടുത്തുള്ള നമ്മുടെ പാലസിലോട്ട് പോവുകയാണ്. പാലസ് ഞാൻ കാണിച്ചു തന്നല്ലോ, തൊട്ട് നേരെയായിട്ട് അവിടെ കാണുന്നതാണ്. ഈ പാലസിന് വലിയ കഥകളുണ്ട്. വലിയ കഥകളെന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാലസാണ്. നമ്മൾ കാണുമ്പോൾ വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല, പക്ഷേ ഡാനിഷ് ഫാമിലിയുടെ, അതായത് ഡെൻമാർക്കിലെ
ഇവിടെ ഭരിക്കുന്ന കുടുംബം രാജകുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു റെസിഡൻ്റാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മർ ഹൗസ് എന്നൊന്നും അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. സമ്മർ ഹൗസസ് എന്നല്ല, അവിടെ പ്രധാനപ്പെട്ട ഉള്ള ഒരു റെസിഡൻറ്റ് കൂടിയാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലം. ഒഫീഷ്യലായിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവർ ഇവിടെയാണ് അവർ റിസീവ് ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇത് 300 വർഷം പഴക്കമുണ്ട്. 1700 കാലഘട്ടത്തിലാണ് ഇവരത് പണിതത്. എന്നിട്ട് ഇവരുടെ കുടുംബത്തിലുള്ള ആളുകൾ മരിക്കുമ്പോൾ കൊണ്ടടക്കുന്നത് ഇവിടെ അല്ല, അത് ഇവിടെ അല്ല കേട്ടോ, അത് വേറൊരു സ്ഥലത്ത്, അത് സിറ്റിയിലാണ്. ഇവർക്ക് പല കാസ്റ്റിലുകളുണ്ടെങ്കിലും ആ പല കാസ്റ്റിലുകളും മ്യൂസിയമൊക്കെ ആക്കിയിട്ട് മാറിയിട്ടുണ്ട്. ബട്ട് വൺ ഓഫ് ദ റെസിഡൻ്റ് ആയിട്ട് ഇപ്പോഴും താമസിക്കാനും ജീവിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം ഈ കാണുന്ന ഒരു കാസ്റ്റിലാണ്. അടച്ചിട്ടേക്കുവാണ്, തുറന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഇതിൻ്റെ എൻട്രൻസ്. അവിടെ എല്ലായിടത്തും ഗാർഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലെ പോലെ ഒരു ചെറിയൊരു ഗവർണറെന്നല്ല, ആരായാലും ഗവർണറിൻ്റെ താഴെയൊക്കെ ഉള്ള ചെറിയൊരു മന്ത്രിയോ അതിൽ നിന്ന് താഴെയുള്ള കൗൺസിലർക്ക് പോലും വലിയൊരു പ്രൊട്ടക്ഷനാണ്. ഇവിടെ അതുപോലെയൊന്നുമില്ല. ഇവരുടെ ഇത്രയും വലിയ ഈ ഒരു രാജ്യത്തിൻ്റെ കൊട്ടാരത്തിന് ഉള്ളതെന്ന് പറയുമ്പോൾ കുറച്ച് സുരക്ഷാ സേനയാണ്. അതിനർത്ഥം ഇവിടെ സുരക്ഷയില്ല എന്നല്ല, അതിനായിട്ടുള്ള ഒരു എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നാൽ അതിനായിട്ട് ഇതൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ അവർ പരേഡിന് തയ്യാറെടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ പരേഡിൻ്റെ ഒരു ആവശ്യം കാണാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതൊന്ന് റിഹേഴ്സലാണെന്ന് തോന്നുന്നു. ഇവിടെ 12 മണിക്കെന്തോ ഇവിടെ ഇവരുടെ റിഹേഴ്സലുണ്ട്. ഇവിടെ പരേഡിൻ്റെ ഇവിടെ ഇവരുടെ പരേഡിന് വേണ്ടി ഇവരുടെ ഇതൊക്കെ ചെയ്ത് വൃത്തിയാക്കുവാണ് കേട്ടോ. പെർഫെക്റ്റ് ആക്കുവാണ് പരേഡിന് വേണ്ടി. ഈ കാണുന്നതാണ് നമ്മുടെ പാലസ്. ഇതാണ് ഇവരുടെ പ്രധാന ഔദ്യോഗിക വൺ ഓഫ് ദ വസതി. ഇതിൻ്റെ അകത്തോട്ടൊക്കെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. അതിനകത്തോട്ടൊക്കെ പോകാൻ പറ്റില്ല, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് കയറാം. ഇവിടെ പരേഡ് ഈ ഒരു ഭാഗത്ത് പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ അകത്തോട്ടും പോകാനായിട്ട് പറ്റില്ല. ഇവിടെ മാത്രമേ കയറാനായിട്ടുള്ളൂ പറ്റുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തോട്ട് പറ്റില്ല. കറക്റ്റ് 12 മണിയാകുമ്പോൾ ബെല്ലടിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വരിയായിട്ട് സ്റ്റാർട്ട് ചെയ്യും. høyre arm, bak, mark. Up. Højre. അങ്ങനെ ഞാനിതിനിടയിൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി
ഇറങ്ങിയപ്പോൾ രണ്ടുപേരിൽ നിന്ന് ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ചിത്രം എടുത്തു തരണോ നിങ്ങളുടെ രണ്ടുപേരുടെയും? സംസാരിച്ച് വന്നപ്പം ഞാൻ കോപ്പൻഹാഗനിലോട്ടാണ് പോകുന്നത്. അവർ പറഞ്ഞു നിനക്ക് ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചതാണ് നിങ്ങളുടെ ഫോട്ടോ ഞാൻ എടുത്തു തരട്ടെ, കാരണം രണ്ടുപേരും പരസ്പരം എടുത്തു കൊടുക്കുന്നു കേട്ടോ. ലാസ്റ്റ് എനിക്ക് അതിൻ്റെ പേരിൽ എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. Hello, hi. What's your name? My name is Max. Max, are you from Denmark? I am, yes. Okay, nice to meet you. Nice meeting you too. And what's your name? Hi, I'm Karina. Karina, nice to meet you. I'm from Mauritius, but I live here in Denmark. Ah, that's nice. Yeah. So your grandparent My grandma was from Chennai. was from Chennai. So your grandma and me have the same blood. Oh, We are Dravidians. Yeah, Like I live near to Chennai, another state. It's a small world, isn't it? Yeah. It's a small world. Thank you. Nice to Very meet you. Connected. Same here, and enjoy your trip here in Denmark. Thank you so much. Hygge. Let's go. T CH. CH. Again, one more H. I. Why I'm not coming in the first list? Usually I come so. Oh. That's me. Yeah. I travel around the world. Oh wow, so nice. നമ്മുടെ മാക്സിന്റെ ഫസ്റ്റ് ഡേറ്റ് ആയിരുന്നു കേട്ടോ. I'm very privileged that I took pictures for you, in your first date. Yeah. We'll see how it ends. Yeah, let me know. ഒരു ഫസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ എങ്ങനെ പോകും നോക്കട്ടെ, ഭാവിയിൽ ചിലപ്പോൾ അവർ കല്യാണം കഴിച്ചാലോ ചിലപ്പം. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എന്നെ കോപ്പൻഹാഗനിലെ ഏതെങ്കിലും ഒരു മെട്രോയിലോ എവിടെയെങ്കിലും ആക്കി തരും. എനിക്ക് എന്തായാലും കാറിൽ ഇരുന്ന് അവിടം വരെ പോവാം. Can you tell me again? Pardon, please. Yes, 28. No, you said 33, okay? No way. Fully, you said 33 and now you are saying 28, okay? But I'm 25. 25? Yeah. Oh, I see. I better take off my sunglasses. Okay, maybe. Or maybe I have to clean a bit, this one. 33 വയസ്സുണ്ട്. You're looking good. ഓക്കെ, താങ്ക് യു. എന്നെ കണ്ടിട്ട് 33 വയസ്സൊന്ന് തോന്നിക്കും. പുള്ളിക്കാരൻ ഇത്രയും ട്രാവൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ. പുള്ളിക്കാരൻ എന്നെ നെക്സ്റ്റ് വരുമ്പോൾ ഇവിടെ ഹോസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല പാവമാണ് കേട്ടോ പുള്ളിക്കാരൻ. എന്തോ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്തോണ്ട് നടത്തുന്നു. താങ്ക് യു. നൈസ് ടു മീറ്റ് യു. Nice meeting you. Ciao, enjoy, okay? Thank you. Bye. Bye. Enjoy you too. Yeah. മാക്സ് എന്നെ ഇവിടം വരെ കൊണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഈ ട്രെയിൻ സ്റ്റേഷനിൽ വന്നപ്പോൾ ഇവിടെ ഒരു കുട്ടി ഉണ്ടില്ലേ തൊപ്പി വെച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ അത് ഓൾറെഡി വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു. ഇവിടെ ഡെൻമാർക്കിൽ എത്തിയ ദിവസം തന്നെ കാണിച്ചായിരുന്നു. ഇത് ഇവരുടെ ഹൈസ്കൂള് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വയ്ക്കുന്ന ഒരു തൊപ്പിയാണ്. ഇത് ഇവർ ഇങ്ങനെ വെച്ച് കിടക്കും കേട്ടോ. ഈ ഒരു ഗ്രാജുവേഷൻ സെറമണിയൊക്കെ കഴിയുന്നത് വരെ. എനിക്ക് ഇവിടെ നിന്ന് എന്തോ ടിക്കറ്റ് വാങ്ങാമെന്ന് തോന്നുന്നു. സമ്മർ കൂടിപ്പോയോന്ന് ആണ് തോന്നുന്നത് കേട്ടോ. ഭയങ്കര വെയിൽ ഇവർക്കൊക്കെയാണ്. ഞാൻ തിരിച്ച് നമ്മുടെ കോപ്പൻഹാഗൻ സോൺ 1 എത്തിയിട്ടുണ്ട്. ഇവിടെ സോൺ 1, സോൺ 2 എന്നൊക്കെയാണ് പറയുന്നത്. സോൺ 1 ട്രാൻസ്പോർട്ട്. ഹലോ, ഹായ്. അതിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഞാനിനി കുറച്ച് നേരം പാർക്കിൽ പോയിട്ട് വന്നിട്ട് വല്ല ഭക്ഷണം കഴിക്കാനായിട്ടുള്ളൊരു പ്ലാനാണ്. ഇവിടെ പാർക്കിൻ്റെ ഉള്ളിലോട്ട് വന്നു. ഈ പാർക്കിൻ്റെ ഉള്ളിൽ ഭാഗത്തായിട്ടും ഒരു ലേക്കുണ്ട്. ഇതാ നല്ല രസമുള്ള പാർക്ക്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാർക്കാണ്. ഇവിടെ കുറേ ആളുകൾ വന്നിങ്ങനെ കിടക്കുന്നു, ഇരിക്കുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയാണ്. ഈ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ട്രഡീഷനാണ് കേട്ടോ. ഇവർ ഹൈസ്കൂള് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ തൊപ്പി വെച്ച് കിടക്കൂലേ, അപ്പോൾ ഇവർ റോഡിലൂടെ ഇതുപോലുള്ള ട്രക്കുകളിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഫുള്ള് ശബ്ദമൊക്കെ വെച്ച് അങ്ങനെ പോകുന്നൊരു സിസ്റ്റം ഉണ്ട്. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഞാനിവിടെ കുറച്ച് നേരമായിട്ട് കുറച്ച് ചോക്ലേറ്റും ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് പ്രോട്ടീൻ ബാറൊക്കെ കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക. ഞാൻ ഈ നട്ടുച്ചയ്ക്ക് നടക്കുവാണ്. ഈ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നു. നമ്മുടെ ട്രെയിൻ സ്റ്റേഷനാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ സെൻട്രൽ സ്റ്റേഷൻ. ഈ കാണുന്നത് തിവോളി ഇവിടുത്തെ തന്നെ നഗരമധ്യത്തെ തന്നെ ഒരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്, അഡ്വഞ്ചർ പാർക്കാണ്. അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് കേട്ടോ. തൊട്ടിപ്പുറത്തായിട്ട് കറക്റ്റ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുറേ അഡ്വഞ്ചർ റൈഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തുള്ള സൈക്കിൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇവിടെ എത്രത്തോളം സൈക്കിളുകളാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. അതായത്
ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ബെസ്റ്റ് സൈക്കിൾ സിറ്റി എന്നാണ് കോപ്പൻഹാഗനെ അറിയപ്പെടുന്നത്. ഈ താഴെ പല ട്രെയിനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ട്രെയിൻ സ്റ്റേഷനാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾ, പല വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനുകളാണ്. ഞാൻ ബസ് സ്റ്റേഷനിൽ വന്നു. നമ്മുടെ ഫ്ലിക്സ് ബസ് അതിൻ്റെ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഫ്ലിക്സ് ബസ് എന്നല്ല, സോറി, ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മെയിൻ ബസ് സ്റ്റേഷൻ. ഇവിടെ ഫ്ലിക്സ് ബസ്, ധാരാളം വേറെ പല ബസ്സുകളെല്ലാം ഇവിടെ, പല കമ്പനികളുടെ ട്രാൻസ്പോർട്ടെല്ലാം ഇവിടെയാണ് വരുന്നത്. എൻ്റേത് അങ്ങറ്റം 6ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് എനിക്ക് പോകേണ്ടത്. ബസ് കയറുന്നതിന് മുന്നായിട്ട് ഞാൻ ടൂണ ഓപ്പൺ ചെയ്തു. പിന്നെ ഈ ടൂണയും ഇവിടെ കുറച്ച് ബ്രെഡൊക്കെ ഉണ്ട്, ലെഫ്റ്റ് ഓവർ ആയിട്ട് ഓൾറെഡി കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. കഴിച്ചിട്ട് ഞാൻ ബസ് കയറി യാത്ര ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. സാധാരണ ഫ്ലിക്സ് ബസ് 5 മിനിറ്റിന് മുന്നേക്കേ വരുള്ളൂ. ബട്ട് കറക്റ്റ് സമയത്തിനുള്ളിൽ തന്നെ, കറക്റ്റ് സമയമല്ല, 20 മിനിറ്റിന് വന്നു. ഇത് പാരീസ് വരെ പോകുന്നതാണ് കേട്ടോ. അതായത് 3 രാജ്യങ്ങൾ, വേറെ രാജ്യത്തോടെ തന്നെ എന്തോ ഹാംബർഗ് എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു സ്ഥലമാണ്. പിന്നെ ബ്രീമൻ. ഞാൻ പോകുന്നത് എസ്സൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എസ്സനിലാണ് നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു പ്രോഗ്രാം, ലാലേട്ടൻ വരുന്ന ഒരു പ്രോഗ്രാം. എസ്സൻ കഴിഞ്ഞിട്ട് ഡ്യൂയിസ്ബർഗ്, അത് ജർമ്മനിയിലെ തന്നെയാണ്. ബാക്കിയുള്ള ഭാഗമെല്ലാം ജർമ്മനി. പിന്നെ ലിവർകുസൻ, അതെവിടെയെന്ന് അറിയില്ല. കോൾ ജർമ്മനി തന്നെയാണ്. എന്നിട്ട് നേരെ പാരീസ്. കോൺ ജർമ്മനി അല്ലേ. എന്നിട്ട് പാരീസിൽ പോകുന്ന ലോങ് വണ്ടിയാണ് കേട്ടോ. ഇത് ഫ്ലിക്സ് ബസ്സിൻ്റെ ഡയറക്റ്റ് ഇതല്ല, ഇത് ഫ്ലിക്സ് ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബസ്സാണ്. ബട്ട് വേറെ അവരുടെ ഫ്ലിക്സ് ബസ് സാധാരണ പച്ച ബസ്സാണ് കേട്ടോ, പച്ച കളറാണ്. പിന്നെ ഞാൻ ബാഗ് വെക്കട്ടെ. ഫ്ലിക്സ് ബസ് പൊതുവെ എടുക്കുമ്പോൾ താഴെ എടുക്കുന്നതാണ് നല്ലത്. മുകളിലെടുത്ത് ഫ്രണ്ടിലിരുന്ന കാഴ്ച കാണാം. എൻ്റേത് നേണാണല്ലോ. അത്യാവശ്യം ഈ റൂട്ട് തിരക്കുണ്ട് കേട്ടോ. ലാസ്റ്റത്തെ ടിക്കറ്റ് എന്തോണ് ഞാൻ എടുത്തത്. ഇവിടുന്ന് എസ്സൻ എന്ന് പറയുന്ന സ്ഥലത്ത് 13 മണിക്കൂർ യാത്ര ചെയ്യാനായിട്ട് 7500 രൂപ അടുപ്പിച്ചുണ്ട്. കഴിഞ്ഞ ദിവസം നല്ലപോലെ ഉറങ്ങിയില്ല കേട്ടോ. ഉറക്കം ചില ദിവസങ്ങളിൽ പകലിലും കൂടെ ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്യാറുണ്ട്. എല്ലാവരും നടത്തുമ്പോൾ ഇതാ ഫുള്ള് പകവലിക്കാനായിട്ട് ഇറങ്ങുന്ന കാഴ്ച കണ്ടില്ല. എസ്സൻ എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു സ്ഥലത്ത് ഞാൻ 13 മണിക്കൂർ യാത്ര ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതായിരുന്നു എൻ്റെ ബസ്. അത്യാവശ്യം കുഴപ്പമില്ലായിട്ടുള്ള ജേണി ആയിരുന്നു. ഞാൻ ഫ്ലിക്സ് ബസ് എടുത്തെടുത്ത് യൂസ് ടു ആയി കേട്ടോ. അത്യാവശ്യം ഇന്നലെ രാത്രി കുറച്ചൊക്കെ ഉറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ മെട്രോ എടുത്ത് ഞാൻ സ്റ്റേ ചെയ്യേണ്ട പ്ലേസിലോട്ട് പോവാണ്. ആ കാണുന്നത് നമ്മുടെ ബ്ലാബ്ലാകാറിൻ്റെ ബസ്സാണ് കേട്ടോ. ബ്ലാബ്ലാകാർ എന്ന് പറയുന്നത് ഒരു കാർപൂളിംഗ് വെബ്സൈറ്റാണ്, കാർപൂളിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ജർമ്മനിയിലോട്ടൊക്കെ വരുന്നത്. ജർമ്മനി, ഓസ്ട്രിയയിലൊക്കെ വന്നിട്ട് കുറേ നാളായി. എൻ്റെ ബാഗ് അവിടെ ഇരിക്കുകയാണ് കരോളയുടെ വീട്ടിൽ. അതൊക്കെ പോയി എടുക്കണം. എസ്സൻ ഞാൻ ഈ ട്രാമിൻ്റെ സ്റ്റേഷനിലോട്ട് വന്നതാണ്. നമ്മുടെ യൂബാൻ വന്നിട്ടുണ്ട്. ജർമ്മനിയിലുള്ള ഈ സാധനത്തിന് സാധാരണ പൊതുവെ പറയുന്ന യൂബാൻ എന്നാണ്. ബസ് വരാൻ സമയമെടുക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ മാക്കാൻ നടക്കുവാണ്. രാവിലെ ഭയങ്കര ക്വയറ്റായിട്ടുള്ള ഒരു പ്രഭാതം. സമയം എന്നിരുന്നാലും ആയി, സമയം 6:31 കേട്ടോ. രാവിലെ 6:31 ആയിട്ടുണ്ട്. ജർമ്മനിയിലെത്തിയപ്പോൾ എനിക്കൊരു വേറെ ഫീല് എന്താണെന്ന് അറിയില്ല. എനിക്കൊന്ന് സ്കാൻഡിനേവിയ നോർഡിക്ക് വിട്ടതുകൊണ്ടായിരിക്കും കേട്ടോ. ജർമ്മനി സെൻട്രൽ യൂറോപ്യൻ രാജ്യമാണല്ലോ. പിന്നെ ജർമ്മനി എനിക്ക് കുറച്ചുകൂടി പരിചിതമായിട്ടുള്ള ഒരു രാജ്യമാണ്. നമുക്കിന്ന് നമ്മുടെ ലാലേട്ടൻ വരുന്ന ഒരു പ്രോഗ്രാമുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് ഞാനിന്ന് വന്നത്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു എന്ന് തോന്നുന്നു. ലാലേട്ടൻ, പിന്നെ റംസാൻ, കുറച്ച് കലാകാരന്മാരൊക്കെ വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞാനങ്ങനെ അതിന് എത്തി. അവസാനം ഞാൻ ബാഗൊക്കെ വെച്ച് ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ലാലേട്ടൻ്റെ പരിപാടിയുടെ കാര്യങ്ങളും ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസമായിട്ട് വീഡിയോയിൽ വരും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. എല്ലാവർക്കും ബൈ.